పార్టీ లేదా పుష్ప? 2002 ഹിറ്റ് മേക്കർ ഫാസിലിന്റെ സംവിധാനത്തിൽ ഒരു സിനിമ പുറത്തിറങ്ങി. പക്ഷേ അതിലെ നായകൻ അന്ന് പുതുമുഖമായിരുന്നതുകൊണ്ട് വിമർശകർ ഒരുപോലെ പറഞ്ഞു ഇയാൾക്ക് അഭിനയിക്കാൻ അറിയില്ല എന്ന്. കാലം മാറിയപ്പോൾ അതേ നായകന്റെ പടങ്ങൾ ഗംഭീര വിജയങ്ങളിലേക്ക് ഉയർന്നുകൊണ്ടേയിരുന്നു. അന്ന് തന്നെ കളിയാക്കുന്നവരുടെ മുന്നിൽ താൻ പറഞ്ഞ വാക്കുകളായിരുന്നു ഇത്. ഞാൻ തോൽവിയിൽ നിന്ന് തുടങ്ങിയതാണ്, അങ്ങനെ തളർന്നിട്ടില്ല. അതെ, ഫാഫ എന്ന് സ്നേഹത്തോടെ ആരാധകർ വിളിക്കുന്ന ഫഹദ് ഫാസിൽ. 1992 പിതാവ് ഫാസിൽ സംവിധാനം ചെയ്ത പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന ചിത്രത്തിലൂടെ ബാലതാരമായിട്ടായിരുന്നു ഫഹദ് ക്യാമറയുടെ മുന്നിലേക്ക് വന്നത്. പിന്നീട് 2002 പിതാവ് ഫാസിലിന്റെ തന്നെ സംവിധാനത്തിൽ വന്ന കയ്യെത്തും ദൂരത്ത് എന്ന സിനിമയിൽ നായകനായി തുടക്കം കുറിച്ചു. പക്ഷേ സിനിമ വൻ പരാജയമായിരുന്നു നേരിട്ടത്. പിന്നീട് സിനിമ എന്ന തന്റെ സ്വപ്നത്തിനായി അഭിനയം പഠിക്കാൻ വേണ്ടി US പോയി. പിന്നീട് പ്രേക്ഷകർ ഫഹദിനെ കണ്ടത് 2009 പുറത്തിറക്കിയ കേരള കഫേ എന്ന ആന്തോളജി സിനിമയിലൂടെയായിരുന്നു. ചിത്രത്തിൽ 10 ചെറുകഥകളായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ മൃത്യുഞ്ജയം എന്ന കഥയിൽ റിപ്പോർട്ടറായിട്ടായിരുന്നു ഫഹദ് വേഷമിട്ടത്. അത് കഴിഞ്ഞ് 2010 മമ്മൂട്ടി ചിത്രമായ പ്രമാണിയിലും അരുൺകുമാർ അരവിന്ദിന്റെ സംവിധാനത്തിൽ വന്ന കോക്ടെയിൽ, ലാലിന്റെ സംവിധാനത്തിൽ വന്ന ടൂർണമെന്റ് എന്നീ ചിത്രങ്ങളും ഫഹദ് ഒരു പ്രധാന കഥാപാത്രമായി വന്നു. പിന്നീട് 2011 ചാപ്പാകുരിശ് എന്ന സമീർ താഹിർ ചിത്രത്തിലും ശാലിനി ഉഷ നായരിന്റെ സംവിധാനത്തിൽ വന്ന അകം എന്ന സിനിമയിലും നായകനായി വീണ്ടും തന്റെ അഭിനയ ജീവിതത്തിന് തുടക്കം വെച്ചു. ചിത്രം ദുബായ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ പ്രദർശിപ്പിക്കുകയും ആ വർഷത്തെ സെക്കൻഡ് ബെസ്റ്റ് ആക്ടറിനുള്ള കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡും ഫഹദിന് ലഭിച്ചു. പിന്നീട് ഫഹദിന്റേതായി വന്ന 22 ഫീമെയിൽ കോട്ടയം, ഡയമണ്ട് നെക്ലേസ്, ഫ്രൈഡേ, ഡി കമ്പനി എന്നീ സിനിമകളെല്ലാം വളരെ വ്യത്യസ്ത കഥാസന്ദർഭങ്ങളായിരുന്നു. 2013-17 ഫഹദിന്റേതായി വന്ന ആമേൻ, അന്നയും റസൂലും, നത്തൂല് ഒരു ചെറിയ മീനല്ല, ഒരു ഇന്ത്യൻ പ്രണയകഥ, ഇയോബിന്റെ പുസ്തകം, ബാംഗ്ലൂർ ഡേയ്സ്, മഹേഷിന്റെ പ്രതികാരം എന്നീ സിനിമകളെല്ലാം തന്നെ വളരെ സ്വീകാര്യതയായിരുന്നു ലഭിച്ചത്. 2017 ദിലീഷ് പോത്തിന്റെ സംവിധാനത്തിൽ വന്ന തൊണ്ടിമുതലും ദൃക്സാക്ഷിയും എന്ന സിനിമയ്ക്കും മഹേഷ് നാരായണൻ സിനിമയായ ടേക്ക് ഓഫിലും ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ടറിനുള്ള അവാർഡ് ഫഹദ് കരസ്ഥമാക്കി. ഇതിനിടയിൽ വേലൈക്കാരൻ എന്ന ശിവകാർത്തികേയൻ പടത്തിലൂടെ തമിഴിലേക്ക് തന്റെ ആദ്യ ചുവടുമാറ്റം നടത്തി. 2018 വന്ന ഞാൻ പ്രകാശൻ എന്ന സിനിമയ്ക്ക് ശേഷം ആക്ഷൻ ത്രില്ലർ ജോണറിൽ വന്ന സിനിമയായിരുന്നു വരത്തൻ. പിന്നീട് 2019-20 ഫഹദ് തിരഞ്ഞെടുത്ത സിനിമകളെല്ലാം ഏറെ വ്യത്യസ്തകൾ നിറഞ്ഞതായിരുന്നു. അതിരൻ, ട്രാൻസ്, കുമ്പളങ്ങി നൈറ്റ്സ്, സൂപ്പർ ഡീലക്സ് എന്നിങ്ങനെ. ഇവയിൽ കുമ്പളങ്ങി നൈറ്റ്സ് എന്ന സിനിമയിലെ ഷമ്മി എന്ന കഥാപാത്രം അന്ന് യൂത്തിനെ വളരെയധികം ഹരം കൊള്ളിച്ചു. ട്രാൻസ് എന്ന അൻവർ റഷീദ് പടത്തിനും മികച്ച അഭിപ്രായങ്ങളായിരുന്നു അന്ന് നേടിയെടുക്കാൻ സാധിച്ചത്. കോവിഡ് കാലത്ത് വന്ന ഫഹദ് സിനിമയായിരുന്നു സീ യു സൂൺ. മഹേഷ് നാരായണന്റെ സംവിധാനത്തിൽ വന്ന സീ യു സൂൺ ഇന്ത്യയിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ സ്ക്രീൻ ഫിലിം കൂടെയായിരുന്നു. 2021 വന്ന ഇരുൾ, ജോജി, മാലിക് എന്നീ സിനിമകളെല്ലാം പ്രേക്ഷകർ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു. പുഷ്പ എന്ന അല്ലു അർജുൻ സിനിമയോടെ തെലുങ്കിലും ശ്രദ്ധ നേടിയ ഫഹദ് തമിഴിൽ ലോകേഷ് ചിത്രമായ വിക്രമിലും മാരി സെൽവരാജിന്റെ സംവിധാനത്തിൽ വന്ന മാമന്നനും എന്ന സിനിമയിൽ ശക്തമായ തിരിച്ചുവരവായിരുന്നു നടത്തിയത്. ഇതിനിടയിൽ വന്ന മലയൻ കുഞ്ഞ്, പാച്ചുവും അത്ഭുത വിളക്കും, ധൂമം എന്നീ സിനിമകൾ മികച്ച അഭിപ്രായങ്ങൾ നേടിയെടുത്തു. ഇപ്പോൾ ഇതാ ജീത്തു മാധവന്റെ സിനിമയായ ആവേശത്തിൽ രംഗാണ്ടൻ എന്ന കഥാപാത്രമായി ഫഹദ് ആറാടുകയാണ്. വേട്ടയ്യാൻ എന്ന രജനീകാന്ത് ചിത്രവും പുഷ്പ 2 എന്ന അല്ലു അർജുൻ സിനിമയുമാണ് ഫഹദിന്റേതായി ഇനി തിയേറ്ററിലെത്തുന്ന അടുത്ത സിനിമകൾ. തനിക്ക് കിട്ടുന്ന കഥാപാത്രങ്ങൾക്കും വേഷങ്ങൾക്കും അതിന്റെ ഭംഗി ഒട്ടും കളയാതെ കണ്ണുകൾ കൊണ്ടുവരെ അഭിനയിച്ച് പ്രേക്ഷകരെ ഞെട്ടിക്കുന്ന ആ നടൻ ഇനിയും വളരട്ടെ.